അന്യാൻ ചിങ്കുകൾ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ ഫേസ് ഞാൻ നേരത്തെ പഴയ എപ്പിസോഡിൽ കഫേ സിനാരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ജാരി ഇസോയോ. ജാരി എന്ന് പറഞ്ഞ സീറ്റ്. അത് നമ്മൾ ഇസോയോ എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിനും ഉപയോഗിക്കും. അതിൻ്റെ നമ്മൾ പറയുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. ഇസോയോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യമാണ്. ഇസോയോ എന്ന് പറയുമ്പോൾ അത് ആൻസർ. എത്ര പേരാ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഞാനും ഒരു ഫ്രണ്ടും കൂടി പോവാണെന്ന് വിചാരിക്കും. അപ്പോൾ ദുമ്യോങ്ങിയേയോ. ദു എന്ന് പറഞ്ഞാൽ അനാദുൽ സെറ്റ്. നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യും. ദുമ്യോങ്ങിയേയോ. ഞങ്ങൾ 2 പേരാണ്. ഇനി ജാരി ഇസോയോ എന്ന് പറഞ്ഞാൽ അവർ അനിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ഇല്ല. അനിയോ എന്ന് ഞാൻ നേരത്തെ ഫ്രേസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവരില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? എത്ര നേരം നമ്മൾ കാത്തു നിൽക്കണം നമുക്കിവിടെ സീറ്റ് കിട്ടണമെങ്കിൽ എന്ന് ചോദിക്കില്ലേ? ഓൾമന കിദാരിയോ ഹേയോ. ഓൾമന എത്ര, കിദാരിയോ ഹേയോ. ഓൾമന കിദാരിയോ ഹേയോ. നിന്നു, സീറ്റ് ഒഴിഞ്ഞു, അപ്പം നമ്മൾ അകത്ത് കയറാണ്. അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് പോവാണ്. അപ്പം നമുക്ക് അവിടെ എന്താണ് ഏറ്റവും രുചിയുള്ള ഡിഷ് എന്ന് പറയണം. നമുക്കത് ട്രൈ ചെയ്യാൻ വേണ്ടി. ചേൽ മാഷിസോയോ. മുക ഏത്. ചേൽ റിയലി. മാഷിസോയോ ടേസ്റ്റ് ഉള്ളതാണ്. ഏതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്? മൂക ജേൽ മാഷിസോയോ. നമ്മൾ അതിലൊരു ഡിഷ് അവർ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിംചിജിക്ക് മാഷിസോയോ എന്നവർ പറഞ്ഞു. കിംചിജിക്കാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ആ കടയിൽ എന്നവർ പറഞ്ഞു. നമ്മളത് എങ്ങനെ വേണമെന്ന് പറയും? കിംചിജിക്ക് ജ്യൂസേയോ. ജ്യൂസേയോ എന്ന് പറഞ്ഞാൽ പ്ലീസ്. അപ്പോൾ നമുക്ക് അതല്ല കിംബാബ് ആണെങ്കിൽ കിംബാബ് ജ്യൂസേയോ ഫുഡിൻ്റെ പേരും അതിൻ്റെ ഇപ്പുറത്തായിട്ട് ജ്യൂസേയോ എന്ന് യൂസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇത് ഡിഷിന്റെ പേര് നമുക്ക് തിരിച്ച് പറയാൻ കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അത് വേണം. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞില്ലേ, ആ സാധനം എനിക്ക് വേണം എന്നുള്ളതിന് എന്താ പറയാ? ഗിഗോല്ലോ ജ്യൂസേയോ. ഗിഗോല്ലോ എന്ന് പറഞ്ഞാൽ അത്. ജ്യൂസേയോ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ദാറ്റ് എന്ന് പറയില്ലേ, അതാണ് ഗിഗോല്ലോ ജ്യൂസേയോ. ടേസ്റ്റുകൾ നോക്കാം. ചായോ, മേവോയോ, ധല്ലോയോ, ചിങ്കവോയോ. ചായോ എന്ന് പറഞ്ഞാൽ ഉപ്പ്, പുളി. മേവോയോ എന്ന് പറഞ്ഞാൽ എരിവ്. ധല്ലോയോ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്. ചിങ്കവോയോ എന്ന് പറഞ്ഞാൽ ബ്ലണ്ട്. ഈ പറഞ്ഞ ഒന്നും രുചിയൊന്നും ഇല്ലാത്ത ബ്ലണ്ട് ഉള്ളതിനാണ് ചിങ്കവോയോ. നമുക്ക് അന്നിൻ്റെയും മാനിയുടെയും യൂസേജ് നോക്കാം. അതായത് അൻ ചായോ എന്ന് പറഞ്ഞാൽ ഉപ്പില്ല. അൻ മേവോയോ എന്ന് പറഞ്ഞാൽ എരിവില്ല. അൻ ധല്ലോയോ എന്ന് പറഞ്ഞാൽ മധുരം ഇല്ല. അൻ ചിങ്കവോയോ എന്ന് പറഞ്ഞാൽ രുചിയില്ലാത്തതല്ല എന്ന് വെച്ചാൽ ആക്ച്വലി രുചിയുണ്ട്. ഈ മാനി ടു സ്വീറ്റ്. മാനി ധല്ലോയോ. ടു സ്പൈസി. മാനി മേവോയോ. ടു സോൾട്ടി. മാനി ചായോ. ഈ ഭയങ്കര ബ്ലണ്ട്, ഒരു വസ്തുവിന് കൊള്ളില്ല എന്നാണെങ്കിൽ മാനി ശിങ്കവോയോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു സാധനം നമുക്ക് ഇഷ്ടമല്ല വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അത് വേണ്ട, അതെൻ്റെ ഫുഡിൽ വേണ്ട എന്ന് പറയാൻ എങ്ങനെ പറയും? സോസ് പേ ജ്യൂസയോ. പേ എന്ന് പറഞ്ഞാൽ ടു റിമൂവ്. അത് വേണ്ട, അത് മാറ്റണം. അപ്പോൾ സോസ് ഫേ ജ്യൂസയോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് വിചാരിക്കാം. അപ്പോൾ അവർ അത് മാറ്റിയിട്ട് ബാക്കി, അതായത് സോസ് ഇല്ലാതെ നമ്മുടെ ഫുഡ് പ്രിപ്പയർ സൈഡ് ഡിഷ് എന്നുള്ള ഇതിന് പകരമുള്ള ഹാങ്യൂൾ വേർഡ് ബൻസൻ ആണ്. അപ്പോൾ നമ്മൾ സൈഡ് ഡിഷ് നമ്മുടെ തീർന്നു. അപ്പോൾ നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? ബൻസൻ തോ ജ്യൂസയോ. തോ എന്ന് പറഞ്ഞാൽ ഇനിയും. അപ്പോൾ ബൻസൻ തോ ജ്യൂസയോ. ഞാൻ വെജിറ്റേറിയൻ. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് എങ്ങനെ പറയും? ചോനൻ ജേഷിക് ജൂയിജായമ്മീത. ചോനൻ ജേഷിക് ജൂയിജായമ്മീത. ഞാൻ വെജിറ്റേറിയൻ ആണ്. നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കും. വേറൊരാളും കൂടി വന്നിട്ട് വേണം എനിക്ക് ഓർഡർ ചെയ്യാമെന്നാണെങ്കിൽ ഇത്താക ചുമുൻ ഹൽഗയോ. ഇത്താക ചുമുൻ ഹൽഗയോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഓർഡർ ചെയ്യാം. ഭക്ഷണം കഴിച്ചു, കാപ്പി കുടിച്ചു, ടേസ്റ്റുകൾ നോക്കി. അപ്പോൾ ഇനി എന്താ നമുക്ക് വേണ്ടത്?
ഗോസൻസോ ഗോസൻസോ ജ്യൂസെയോ ബിൽ തരൂ. ഗോസൻസോ എന്ന് പറഞ്ഞാൽ ബില്ല്. ഗോസൻസോ ജ്യൂസെയോ. ജ്യൂസെയോ നമുക്ക് അറിയാമല്ലോ, ഇന്ന് തന്നെ ഞാൻ ഒരുപാട് എക്സ്പ്രഷൻസിൽ ഇത് യൂസ് ചെയ്യും. ഞാൻ കാർഡാണ് യൂസ് ചെയ്യണമെന്നുള്ളതിന് കാർഡോ ഹൽഗയോ. ഞാൻ കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്. കാർഡോ ഹൽഗയോ എന്ന് പറഞ്ഞാൽ കാർഡ് യൂസ് ചെയ്യുക. അപ്പോൾ പൈസ യൂസ് ചെയ്യുന്നതിന് എന്താ പറയുക? ഹാങ്മറോ ഹൽഗയോ. പൈസ വെച്ച് അടയ്ക്കാം. ഈ ബില്ല് നമ്മൾ കണ്ടില്ല. അപ്പം എത്രയായി? ഓൾമയോ നാഗിതാരിയോ ഹേയോ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഓൾമന എന്നുള്ള വാക്ക് കിട്ടില്ല, എത്ര എന്നുള്ള. അതുപോലെ ഓൾമയോ എത്രയായി ഇതിൻ്റെ റെസിപ്റ്റ് വേണം അല്ലേ, നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞിട്ട്. അതെ, റെസിപ്റ്റ് യോങ് സുജും എന്നാ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്ലീസ് അത് തരൂ, റെസിപ്റ്റ് പ്ലീസ് എന്നുള്ളതിന് യോങ് സുജും ചൂസ്. സക്സസ്ഫുള്ളി 60 ഫ്രേസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത 2 വീഡിയോകളും കൂടി തീർന്നാൽ നമ്മൾ 100 ഫ്രേസസ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ 4th പാർട്ടിൽ കാണാം. അതുവരയ്ക്കും അന്യാങ്.